കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നതരായ നേതാക്കളിൽ ഒരാളാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നേതാവാണ്, ഏറ്റവും ജനകീയനായിട്ടുള്ള, ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി. അത് ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ മരിച്ച ശേഷവും ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന നേതാവ്. ഒപ്പം തന്നെ കോൺഗ്രസ് എപ്പോഴും ആരാധിക്കുന്ന അവരുടെ സമാരാധ്യ നേതാക്കളിൽ ഒരാൾ അത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അത്തരത്തിൽ ഒരു സമുന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവിനെയാണ് നിലവിലെ പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാർ ഇന്നലെ വലിയ രീതിയിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്. അദ്ദേഹം 2 ദിവസം മുൻപ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിലെ പരാമർശങ്ങൾക്ക് മറുപടി എന്ന നിലയിലാണ് ഉമ്മൻചാണ്ടിയെ നേരിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. ഗണേഷ് കുമാർ പറയുന്നത് ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചിട്ടുണ്ട്, തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ്, തന്റെ ജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണ്, തന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് ഉമ്മൻചാണ്ടി തങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചു, തന്നെയും മക്കളെയും തമ്മിൽ വേർപിരിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ ഒരു മനസാക്ഷിയുള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങളെ ഒന്നിപ്പിക്കാനായിരുന്നു നോക്കേണ്ടത്, അതിനു പകരം തങ്ങളെ വേർപിരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഒരു മന്ത്രിയായിരിക്കുന്ന കെ.ബി. ഗണേഷ് കുമാർ നടത്തിയത്. അദ്ദേഹം തന്റെ മുൻകാല ചരിത്രങ്ങൾ ഒന്നും ഓർക്കാതെയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങൾക്കെതിരെ മുൻ മന്ത്രിയും, അതായത് ഗണേഷ് കുമാറിൻ UDF-ന്റെ മുൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരിൽ ഒരാളായിരുന്നിട്ടുള്ള ഷിബു ബേബി ജോൺ, ഒപ്പം തന്നെ KC ജോസഫും ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അന്ന് ഈ പറയുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും 2011 അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ, ഒപ്പം തന്നെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിട്ടുള്ള യാമിനി തങ്കച്ചി അവര് വലിയ വെളിപ്പെടുത്തലുകളുമായിട്ടൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും അതിന്റെ തെളിവുകളും എല്ലാം തന്നെ പുറത്തു വന്നു. നമുക്കറിയാം ഈ വിവാദങ്ങളുടെ കാലത്ത് 2012 ഒരു ദിവസമാണ് മംഗളം ദിനപത്രത്തിന്റെ 1-ാം പേജിൽ ഒരു മന്ത്രിയുടെ ചിത്രം അടിച്ച ഒരു വലിയ ഒരു വാർത്ത, വിവാദമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ആ ചിത്രത്തിലെ മന്ത്രി എന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാർ ആയിരുന്നു. കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദ വാർത്തയായിരുന്നു അത്. എന്നാൽ ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ കെ.ബി. ഗണേഷ് കുമാറിനെ തിരിച്ചറിയാൻ സാധിക്കില്ലായിരുന്നു. അത്തരത്തിൽ മുഖം വികൃതമാകുന്ന തരത്തിൽ മർദ്ദനമേറ്റ് മർദ്ദനപ്പാടുകളോട് കൂടിയ ഒരു ചിത്രമായിരുന്നു അതുണ്ടായിരുന്നത്. ഗണേഷ് കുമാറിന്റെ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി തന്നെ നടത്തിയ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും അത് ഗണേഷ് കുമാറിന്റെ ദാമ്പത്യ ജീവിതം തകർക്കുന്ന നിലയിലേക്ക് പോവുകയും ചെയ്തു. ഗണേഷ് കുമാറിന്റെ കാമുകിയുടെ ഭർത്താവ് ആണ് മന്ത്രിയുടെ വസതിയിൽ കയറി വന്ന് അടിച്ചത് എന്ന ദൃക്സാക്ഷിയായിരുന്ന യാമിനി തങ്കച്ചി തന്നെ തുറന്നു പറയുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ മറന്നുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ പ്രസംഗിക്കരുത് എന്നതാണ് കേരളീയ പൊതുസമൂഹം ഗണേഷ് കുമാറിനോട് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് ഗണേഷ് കുമാർ ഈ പ്രസ്താവന പിൻവലിച്ച് എത്രയും പെട്ടെന്ന് മാപ്പ് പറയണം. കാരണം ഉമ്മൻചാണ്ടി ഒരിക്കലും ഗണേഷ് കുമാറിന്റെ ജീവിതം തകർക്കാൻ നോക്കിയിട്ടില്ല. അദ്ദേഹം എന്നും ഗണേഷ് കുമാറിനെ ഒരു സ്വന്തം മകനെ പോലെ മാത്രം കണ്ടുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ആ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഗണേഷ് കുമാർ സ്വന്തം മന്ത്രിസഭയിൽ ആയിരിക്കെ ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പല തരത്തിലും പല കോണുകളിൽ നിന്നും പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉയർത്തി വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന്. അപ്പോഴൊക്കെ തന്നെ അതിന് ചെവി കൊടുക്കാതെ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. അന്ന് മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഒരുപക്ഷെ ഗണേഷിന്റെ അക്കാലത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാൾ കൂടിയായിരുന്ന ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ വാക്കുകളും വളരെ പ്രസക്തമാണ്. ഷിബു ബേബി ജോൺ പറയുന്നത് സൗകര്യപൂർവ്വം ഒന്നും മറന്നുകൊണ്ട് ഗണേഷ് കുമാർ പ്രസംഗിക്കരുത്, പറയരുത് എന്നതാണ്. ഉമ്മൻചാണ്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് വേണം ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താനെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. ഒപ്പം തന്നെ KC ജോസഫ് പഴയ ചില കാര്യങ്ങളിലേക്ക് ഈ പ്രതികരണം കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ സോളാർ സമരകാലത്ത് അല്ലെങ്കിൽ സോളാർ വിവാദ കാലത്ത് സരിത എസ് നായരുടെ ഒരു കത്തുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നിരുന്നു. സരിത ജയിലിൽ കിടക്കുകയാണ് ഒരു കത്തെഴുതിയത്. ആദ്യം അതിന് 18 പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കോടതിയിലെത്തിയപ്പോൾ അല്ലെങ്കിൽ അത് സോളാർ കമ്മീഷനിലെത്തുമ്പോൾ അത് 24 പേജുകളായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ പേജുകളുടെ എണ്ണം വർദ്ധിച്ചതിന് പിന്നിൽ കെ.ബി. ഗണേഷ് കുമാർ ആണ് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പേജുകളിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ പറയുന്ന സോളാർ വിവാദ സോളാർ നായിക
ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കെ പി ഗണേഷ് കുമാറിന്റേതായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ സി ജോസഫ്, മുൻ മന്ത്രിയും MLA മായിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സി ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കെ പി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനകൾ അതിര് കടന്നതായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, അദ്ദേഹം മുൻപ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ തന്നെ നടത്തിയിട്ടുള്ള വാവിട്ട പ്രസംഗങ്ങളും പ്രയോഗങ്ങളും ഒക്കെ സർക്കാരിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും തലവേദന സൃഷ്ടിക്കുകയും ആ വിഷയത്തിലൊക്കെ തന്നെ ഗണേഷ് കുമാറിനെ സംരക്ഷിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി രംഗത്തെത്തുകയും ഗണേഷ് കുമാറിന് വേണ്ടി ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ മാപ്പ് പറയുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 2012 മന്ത്രിയായിരിക്കാണ് കെ പി ഗണേഷ് കുമാർ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനെതിരെ പത്തനാപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ അപകീർത്തികരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത്. എന്നാൽ അദ്ദേഹം അതിനകത്ത് മാപ്പ് പറയാൻ തയ്യാറായില്ല. എന്നാൽ തൊട്ടുപിറ്റേ ദിവസം നിയമസഭയിലെത്തിയ ആ നിമിഷം തന്നെ നിയമസഭയിലെത്തിയ ഉടനെ ആദ്യം ഉമ്മൻചാണ്ടി ചെയ്തത് സ്വയം എണ്ണീറ്റ് നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ അതിനോടകം തന്നെ വിവാദമായി മാറിയിരുന്നു. ആ വിഷയത്തിൽ കെ പി ഗണേഷ് കുമാറിന്റെ പരാമർശങ്ങൾക്ക് താൻ ഒരു മന്ത്രിസഭയുടെ നാഥൻ എന്നുള്ള നിലയിൽ താൻ മാപ്പ് പറയുന്നു എന്ന് പറയാനാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് അന്ന് ചെയ്തത്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ഗണേഷ് കുമാറിനെ അങ്ങേയറ്റം സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. നമുക്കറിയാം, ഈ സോളാർ വിവാദം കത്തുനിന്ന സമയത്ത് ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വിവാദ വ്യക്തി രംഗത്ത് വരികയും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടിയുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. പിന്നീട് വിവാദങ്ങളായപ്പോഴാണ് ഈ വ്യക്തി ഇയാളാണ് തന്നോട് സംസാരിച്ചത് എന്നത് ഉമ്മൻചാണ്ടിക്ക് ബോധ്യമാകുന്നത്. അന്ന് ഈ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിരുന്ന രഹസ്യങ്ങളൊക്കെ തന്നെയും കെ പി ഗണേഷ് കുമാറിനെ കുറിച്ചായിരുന്നു. ഒരുപക്ഷെ കേരളീയ പൊതുസമൂഹം കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണെന്ന് ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് നടത്തിയത്. പക്ഷേ മരണം വരെയും ആ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണ്, തന്നോട് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നതിൽ ഒരു വാക്ക് പോലും പുറത്തു പറയാൻ, പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മാന്യനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് തയ്യാറായിരുന്നില്ല. അദ്ദേഹം വന്ന് പല വിവാദങ്ങളും ഉണ്ടായപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ സ്വയം രക്ഷിക്കാമായിരുന്നു. പക്ഷേ അതിന് തയ്യാറാകാതെ ആ വിവരങ്ങളിൽ ഒരു വരി പോലും താൻ അന്ന് പറയില്ല. അന്നും അദ്ദേഹം സ്വീകരിച്ച നിലപാടതായിരുന്നു. ഒരു കാര്യം പോലും ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അത് താൻ പുറത്തു പറയില്ല. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത് മരണം വരെ തന്നോടൊപ്പം തന്നെ നിൽക്കും, തന്റെ മരണത്തോടുകൂടി ഇത് അവസാനിക്കും, അവിടെ അടങ്ങും എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അദ്ദേഹം അത് പാലിക്കുക തന്നെ ചെയ്തു. ഇപ്പോഴും ആർക്കും അറിയില്ല, ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുമായി അടുത്ത് നിൽക്കുന്ന ചിലർക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധ്യതയുള്ളൂ. പക്ഷെ പൂർണ്ണമായും അത് അറിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടി അന്ന് ബിജു രാധാകൃഷ്ണൻ അന്ന് മന്ത്രിയായിരുന്ന കെ പി ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ വിമർശനങ്ങളോ അദ്ദേഹത്തെ കുറിച്ചുള്ള പരാതികളോ ഒന്നും തന്നെ താൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും പറയാൻ സന്നദ്ധനായിരുന്നില്ല. അത്തരത്തിൽ ഗണേഷ് കുമാറിനെ രക്ഷിക്കുന്ന തരത്തിൽ നിലപാടുകൾ സ്വീകരിച്ച ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മാത്രവുമല്ല, ഗണേഷ് കുമാറിനെ ചതിച്ചത് ഉമ്മൻചാണ്ടിയോ കോൺഗ്രസ് നേതാക്കളോ ഒന്നുമല്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് മൊത്തം അറിയുന്ന കാര്യമാണ്. 2011 മന്ത്രിയായതിനു ശേഷം ഗണേഷ് കുമാറും പിതാവായിരുന്ന ആർ ബാലകൃഷ്ണൻ തമ്മിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം ആർ ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിനെതിരെ നടത്തിയ പരാമർശങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ ഇന്നും കേരളത്തിന് മുന്നിലുണ്ട്, പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അന്ന് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2001 കെ പി ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് താൻ തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരു സിസേറിയൻ ബേബിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹം ഈ പറയുന്ന സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ സമരം ചെയ്തോ അടികൊണ്ടോ ഇടികൊണ്ടോ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയല്ല. അതിന്റെ ഒന്നും തന്നെ വേദനയോ അതിന്റെ ഒന്നും തന്നെ പ്രശ്നങ്ങളോ ഒന്നും അറിയാവുന്ന ഒരു വ്യക്തിയല്ല. ഒരു സിസേറിയൻ ബേബിയാണ്, നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അത്തരത്തിൽ ഒരാളെ താൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാണ് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് അദ്ദേഹം മാധ്യമങ്ങളുടെ മാത്രം പറഞ്ഞ കാര്യമല്ല, കേരള കോൺഗ്രസ് ബിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ ഒരു സ്വന്തം പിതാവ് പോലും അദ്ദേഹം എന്നിട്ട് പറഞ്ഞത്, ഇത്തരത്തിലൊരു മകൻ താൻ മരിച്ചാൽ തന്നെ കാണാൻ വരുന്നത് പോലും തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു അച്ഛൻ മകൻ ബന്ധം പൊട്ടിച്ചെറിഞ്ഞ തരത്തിലുള്ള പ്രതികരണങ്ങളാണെന്ന് കെ പി ഗണേഷ് കുമാർ നടത്തിയത്. ഒരു ഘട്ടത്തിൽ കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തുടർന്നുകൊണ്ട് പോകുന്നതിന് പോലും ഈ പറയുന്ന പിതാവായിട്ടുള്ള ആർ ബാലകൃഷ്ണപിള്ള എതിരായിരുന്നു. പാർട്ടിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ആർ ബാലകൃഷ്ണപിള്ള. എന്നാൽ അതൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ കെ പി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിൽ ഇടം നൽകുന്നത്. പിന്നീട് കെ പി ഗണേഷ് കുമാറിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും തന്നെയാണ് അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നത്. 2013 അദ്ദേഹത്തിന് ഈ പറയുന്ന സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ വിവാദങ്ങൾ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് അദ്ദേഹം ചെന്ന് കയറുന്ന കാഴ്ച കണ്ടു. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗാർഹിക പീഡന കേസ് ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഭർത്താവായ മന്ത്രിയായ ഗണേഷ് കുമാറിനെതിരെ തന്നെ നിരന്തരം പീഡിപ്പിക്കാറുണ്ട്, ശാരീരികമായും മാനസിക
മാനസികമായും പീഡിപ്പിക്കാറുണ്ടെന്ന് ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നു. അത്തരത്തിലൊരു വ്യക്തിയെ പിന്നീട് മന്ത്രിസഭയെ തുടർന്നുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് ഗണേഷ് കുമാറിന്റെ രാജി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി എഴുതി വാങ്ങിക്കുന്നത്. അതൊക്കെ തന്നെ കേരളത്തിലെ നിലവിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തുന്ന ഇത്രയും ഹീനമായിട്ടുള്ള പരാമർശങ്ങൾ അത് കേരളീയ പൊതുസമൂഹം കേരള രാഷ്ട്രീയം പുച്ഛിച്ചു തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2 ദിവസം മുൻപ് പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് പത്തനാപുരം. അവിടെ വിജയിച്ച UDFന്റെ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒക്കെ തന്നെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിൽ ചാണ്ടി ഉമ്മൻ നടത്തിയ ചില പ്രതികരണങ്ങളാണ് ഗണേഷ് കുമാറിനെ ഇത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ചാണ്ടി ഉമ്മൻ അന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ചാണ്ടി ഉമ്മൻ അന്ന് പറഞ്ഞത് ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉമ്മൻചാണ്ടിയെ ഈ സോളാർ കേസിലേക്ക് വലിച്ചിഴച്ചത് KB ഗണേഷ് കുമാറാണ്. ഉമ്മൻചാണ്ടിയുടെ പേരില്ലാതിരുന്ന കത്തിൽ 4-5 പേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും ഒരു മനുഷ്യനും ഉന്നയിക്കാൻ തയ്യാറാകാത്ത തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധികനെതിരെ എഴുതി ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ കൂടി ആ കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ നാണം കെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോയത് ഗണേഷ് കുമാർ ആയിരുന്നു. അക്കാര്യങ്ങളാണ് ചാണ്ടി ഉമ്മൻ എന്ന് തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് തന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്നാണ്. അപ്പൊ അതിന് KC ജോസഫ് കൊടുക്കുന്ന മറുപടി ഉണ്ടയില്ലാത്ത വെടിയൊന്നും വെക്കേണ്ട, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഗണേഷ് കുമാറിനില്ല, മറിച്ച് തങ്ങൾക്ക് പറയാൻ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഗണേഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും ഒക്കെ തന്നെ വരികയാണ്. ഗണേഷ് കുമാറിന്റെ പിതാവിന്റെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും എടുത്ത് അലക്കിക്കൊണ്ടാണ് ഗണേഷ് കുമാറിനെതിരെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിൽ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ മാപ്പ് പറയണം എന്നൊരാവശ്യമാണ് കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്.